റിക്വസ്റ്റ് ആണ്. നിങ്ങളുടെ പിറകിൽ ഒരുപാട് പേരുണ്ട്, അതുകൊണ്ട് മാത്രം ഒരു പരാതിയുടെ ഒരുപാട് പേർക്ക് പിന്നിലുള്ള പൊളിച്ചു. പക്ഷേ ഇനി ഞാൻ ഒന്ന് രണ്ട് പേര് വേദിയിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ട്, കാരണം എൻ്റെ പഠനകാലത്തെ ഹീറോസാണ് ഇവിടെ രണ്ടുപേരിക്കുന്നത്. റഹ്മാൻ സാറിനുണ്ടായിട്ടുള്ള ഫാൻസ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഒരു ടീനേജ് ഹീറോനും ഉണ്ടായിട്ടില്ല. ആ റഹ്മാൻ സാറാണ് നമ്മളിവിടെ എത്തുന്നത്. അതോടൊപ്പം എൻ്റെ മാച്ചോ മാൻ എന്ന് പറയുന്നത് ബാബു ആന്റണി. ഇവർ രണ്ടുപേരും സ്ക്രീനിൽ വന്നാൽ ഉണ്ടാകാൻ പോകുന്ന തീയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ചിലമ്പിൽ ഇവരെ ഏറ്റുമുട്ടിയിട്ടുണ്ട്. പക്ഷേ ഇനി ബാഡ് ബോയ്സ് എന്ന് പറയുന്ന സിനിമ ഇത്രയും പേര് കണ്ടാവുന്നില്ല, ഇത്രയും പേര് കാണണം ഉണ്ടാവില്ലേ? കാരണം ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടേണ്ടി വരില്ല. ഗാങ്സ്റ്റർ കോമഡി എന്റർടൈനർ ആയിരിക്കും. ഇടി, അടി, വെടി, കൂട എല്ലാം ഉള്ള ഒരു പടമാണ്. പക്ഷേ ദ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് ഞാൻ പറയുന്നു, ഇതോടുകൂടി മലയാളത്തിന്റെ രോഹിത് ഷെട്ടിയാകാൻ പോവുകയാണ് ഓമർ ലുലു. ഈ സിനിമയോടുകൂടി മലയാളത്തിന് അഭിമാനിക്കാവുന്ന ഒരു സംവിധായകനെ ഞാൻ പറയുന്നു, മലയാളത്തിന്റെ രോഹിത് ഷെട്ടി. ഓമർ ലുലു എവിടെയാണ്? അദ്ദേഹം ഞങ്ങളുടെ മുന്നിൽ അധികം വരാറില്ല, വന്നാൽ തന്നെ വിവാദമുണ്ട്. അപ്പൊ ഓമർ ലുലുവിന് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും ചേർന്നത് വേണ്ടിയോ പ്ലീസ്? നിങ്ങൾക്ക് എല്ലാവരും അറിയാവുന്ന സുധീർ നിങ്ങളുടെ മുന്നിലേക്ക് തകർത്താടാൻ പോവുകയാണ്. അദ്ദേഹത്തിന്റെ എനിക്ക് തോന്നുന്നു കരിയറിലെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ആയിരിക്കും സിനിമയിൽ. ബിബിൻ ജോർജും സെന്തിലും അതുപോലെ തന്നെ നായകന്മാരുടെ കൂട്ടത്തിൽ ഇതാ ആൻസൺ പോൾ, മമ്മൂക്കയുടെ അനിയനായിട്ട് അബ്രാമിന്റെ സന്തതികളിൽ നിങ്ങൾ പരിചയപ്പെട്ട് വന്ന എഴുന്നേറ്റ ഓർമ്മയുണ്ട്. പക്ഷെ ഈ സിനിമ സാധ്യമായത് റോമാനിയായ സ്റ്റീവ് അബ്രാമാണ്. ഇത് എക്കാലത്തെ എവർഗ്രീൻ സിനിമയായി മാറാൻ പോകുന്നു. അബാ മൂവീസിന്റെ പ്രസന്റേഷനാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ ഓരോരുത്തരുടെയും സാന്നിധ്യം തിയേറ്ററിൽ ആവശ്യമാണ്. തിയേറ്ററിലെ ആഘോഷത്തിന് ഞങ്ങൾ എത്തുന്നതായിരിക്കും. കാരണം നിങ്ങൾ സിനിമ കണ്ട് ഇറങ്ങുമ്പോൾ, ഞങ്ങളെ കാണുമ്പോൾ നിങ്ങൾ ഇതേ സ്വീകരണം തന്നെ തരുന്നതിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് ധൈര്യപൂർവ്വം നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഏത് സിനിമയിലും അദ്ദേഹത്തിൻ്റെതായ ഒരു സർപ്രൈസ് ഉണ്ടാവാറുണ്ട്. ഈ സിനിമയെ കുറിച്ച് രണ്ടു വാക്ക് പരിശീലിച്ചു. ഇത് സത്യം പറഞ്ഞ പ്രൊഡ്യൂസർ ഈ ഫംഗ്ഷൻ കൊച്ചിയിൽ വെക്കാന്നുള്ളതാണ്. അപ്പൊ ഞാനാണ് പറഞ്ഞത് കോഴിക്കോട് വേറെ ലെവലാണ്, വേറെ ഇവിടെ ഈ ഹൈദരാബാദിന്റെ ഫസ്റ്റത്തെ ഓരോ ചോദിച്ചത് ഞാനാ ചാൻസ് ഫിലിം ഓർമ്മയുണ്ടാവുമായിരുന്നു. അതിനുശേഷം മലയാള ഇൻഡസ്ട്രിയിൽ എല്ലാവരും കോഴിക്കോട് ഓഡിയോയിലേക്ക് വെച്ച് തുടങ്ങിയത്. കാരണം കോഴിക്കോട് വേറെ ലെവലാണ്. ഞാനിവിടെ വന്നിട്ടാണ് ഫസ്റ്റ് അതാണ് നമ്മുടെ മാണിക്യമന്ത്രി എന്ന് പറഞ്ഞ പാട്ട് കേൾക്കുന്നത്. അങ്ങനെയാണ് ഫിലിമിലേക്ക് എടുക്കുന്നത്. അപ്പോൾ ഈ ബാഡ് ബോയ്സ് ഫിലിമിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഓണത്തിന് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും എല്ലാവർക്കും കൊണ്ട് പക്ക അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു
പടമായിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതൊക്കെ നിങ്ങളുടെ പ്രതീക്ഷ. ബാക്കി നിങ്ങളെല്ലാവരും കണ്ടിട്ട് പറയാം. പിന്നെ എന്താ പറയുക, ഇതില് നമ്മുടെ എൻ്റെ ചെറുപ്പം മുതൽ ഞാൻ ആരാധിച്ചിരുന്നു റഹ്മാൻ സാർ, ബാബുചേട്ടൻ എന്ന് വേണ്ട ഇന്നത്തെ ധ്യാൻ ശ്രീനിവാസൻ വരെ എല്ലാവരും ഉണ്ട് മലയാള ഫിലിം. എല്ലാവരും വന്ന് കാണാൻ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഇത് സത്യത്തിൽ ഇതിന്റെ ഒരു കാസ്റ്റിംഗ് നോക്കുകയാണെങ്കിൽ ഇതൊരു മൾട്ടി സ്റ്റാർ മൂവിയാണ് അല്ലേ? കാരണം അത്രയധികം താരങ്ങളാണ് ഇതില്. ഇതിൽ താരങ്ങളല്ല, ഇതിലെല്ലാവരും സാധാരണക്കാരാണ്. സാധാരണക്കാർക്ക് വേണ്ടി ഒരു സാധാരണക്കാരന് കൊടുക്കുന്ന ഒരു സാധാരണ സിനിമ. അപ്പൊ തീർച്ചയായിട്ടും സാധാരണക്കാരത് ഏറ്റെടുക്കും. തീർച്ചയായിട്ടും സാധാരണക്കാരെ ഏറ്റെടുക്കുന്നതെന്ന് വിചാരിക്കുന്നത് ഒരു ലോക്കൽ വൈബ് സിനിമയാണ് ഇത്. അതാണ്. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ കോഴിക്കോടിലെ ഓഡിയോകൾ ചെയ്തുകൊണ്ട് തുടങ്ങിയെന്ന് പറഞ്ഞു. അതിന് തിരിച്ച് നമ്മുടെ കോഴിക്കോടിന്റെ സ്നേഹം അവർക്ക് കൊടുക്കണ്ടേ? Once again, thank you so much. കോഴിക്കോട് എന്ന് പറയുന്നത് പക്ഷേ എനിക്ക് യഥാർത്ഥത്തിൽ ഇന്ത്യൻ റുപ്പി എന്ന് പറയുന്ന സിനിമ ഈ പാളയത്ത് ചെയ്ത് അതോടുകൂടിയാണ് എനിക്ക് സിനിമയിൽ ഒരു ചെറിയ സ്റ്റോളാണ് അതിന് കിട്ടിയത്. അതുകൊണ്ട് കോഴിക്കോട് എൻ്റെ സെക്കൻഡ് ഹോമാണ്. ഇവിടെ വരുന്നത് എനിക്ക് വളരെ സന്തോഷമാണ്. എന്നെ ഉണ്ടാക്കിയത്, എന്നെ നിലനിർത്തിയത് ഇവിടെ നിന്നുള്ളൊരു സംവിധായകനാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നന്ദി നിങ്ങളോട് പറയാനുള്ളൂ. അപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ ആ പാട്ടിലേക്ക് കിടക്കാം. ഓക്കെ, ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് കൈവയ്ക്കാൻ നിങ്ങളെ കാര്യമില്ല. തീർച്ചയായിട്ടും പറഞ്ഞതുപോലെ കൊച്ചു പിള്ളേരെ സ്റ്റേജിലേക്ക് ചെറിയ മക്കൾ, ചെറിയ പിള്ളേര്, കൊച്ചു കുട്ടികളെന്ന് ചെറിയ പിള്ളേരുണ്ടെങ്കിൽ ഡാൻസ് ചെയ്യാനുള്ള അവസരമുണ്ട്. I'm walking home, I've never been desperate to find someone who loves me, yeah. I've never been that way, I have never been, no. I'm finding a way, I can never do well, but I want you by my side on my all day. I know I'm a fool, I don't even care, I want you to listen. സെന്തിൽ ഇവിടെ എത്തിയിട്ട് സെന്തിൽ വിളിക്കാൻ പോകുന്ന ആരാന്ന് ഞാൻ പറയുന്നില്ല. ആ പാട്ട് കേട്ട് കയറുക. സെന്തിൽ പാടുന്ന പാട്ട് കേട്ടിട്ടായിരിക്കും ആള് വരിക. നമസ്കാരം. ഹായ്, ഞാനൊരു തിരുവനന്തപുരംകാരനാണെങ്കിലും ഞാൻ കോഴിക്കോടിൻ്റെ മരുമകനാണ്. ഒരു കോഴിക്കോടുകാരിയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഒരു കോഴിക്കോടുകാരനാണ്, പകുതി കോഴിക്കോടുകാരനാണ്. അപ്പൊ ഇത് പോരാ, ഒരു നല്ല കൈയടി പോരാ. താങ്ക് യു. എന്നെ ഒമറിക്ക ഈ പടത്തിനകത്ത് വിളിച്ചപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ എന്നെ ഘടകമാകർഷിച്ച ഒരു ഘടകം എന്ന് പറയുന്ന ആ ഘടകമാണ് ഉണ്ടായിരിക്കുന്ന റഹ്മാനിക്ക. എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അച്ഛന് TV റേഡിയോ ഒക്കെ റിപ്പയർ ചെയ്യുന്ന ഒരു കടയുണ്ട്. അപ്പോൾ അവിടെ ഈ TV, VCR, VCP, വീഡിയോ കാസറ്റൊക്കെ വാടകയ്ക്ക് കൊടുക്കുമായിരുന്നു. അപ്പോൾ കുറേ വീഡിയോ കാസറ്റുകൾ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് കുറേ സിനിമകൾ ഇത് കാണുകയും ചെയ്യുന്നു. അക്കൂട്ടത്തിൽ കണ്ട കുറേ സിനിമകളാണ് ശ്യാമ, പൂകപ്പടിയിൽ നിന്നെയും കാത്ത്, തമ്മിൽ. അങ്ങനെ ആ പടങ്ങൾ ഒരുപാട് തവണ കണ്ട് റഹ്മാനിക്കയുടെ ഒരു വലിയ ഫാനായി മാറിയ ആളാണ് ഞാൻ. അപ്പോൾ ഉമർക്ക് വിളിച്ചപ്പോൾ ഞാൻ ഇക്കയുടെ കൂടെ അഭിനയിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ബാബുചേട്ടൻ ഉണ്ടായിരുന്നു അതിനകത്ത്. അങ്ങനെ നമ്മുടെ കുട്ടിക്കാലത്ത് കണ്ട ഒരുപാട് താരങ്ങൾ നിന്നെന്നും ഞാൻ അങ്ങനെ ബിബിൻ്റെയും കൂടെ പറയാൻ പറഞ്ഞു. ബിബിൻ്റെ കൂടെ ഒരുമിച്ച് അഭിനയിക്കാൻ പറ്റി. എല്ലാ സിനിമയിലുള്ള എല്ലാവരും ഒരുമിച്ച് അഭിനയിക്കാൻ പറ്റി. അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി. റഹ്മാനിക്ക അന്ന് തന്നെ അന്നത്തെ ആന്റിമാരുടെയും ചേച്ചിമാരുടെയും ഒക്കെ ആരാധന പാത്രമായിരുന്നു. എന്നാൽ ഇന്ന് ഈ പടം ഇറങ്ങുന്നതോടുകൂടി ഈ ജനറേഷനിലുള്ള എല്ലാ പെൺകുട്ടികളും ഇക്കയുടെ ഫാൻസായി മാറും. ഇത്തിരി നാളും പെണ്ണിൽ കവിളിന് കുങ്കുമമേകും ആശംസ പുഷ്പങ്ങൾ നിങ്ങൾക്കായി ഞാൻ. ഒരു 2 മിനിറ്റ് നിന്ന് നമ്മൾ ഇനി ഒരാളെങ്കിലും
ഒരാളെ വിളിക്കാം. ആ ആളെ വിളിക്കുന്നത് വേറെ ആളെ വിളിക്കാം. കമോൺ. ചെവിയിലേക്ക് കൊടുത്തത് ചാകാൻ പോകുന്നുള്ള ഗുരുവാണ് അവന് ഇതിന്റെ കാണും. ശിഷ്യരിൽ ആർക്കും കൊടുക്കാതെ ഞാൻ ബാക്കി വെച്ച ആടും ഗണപതി അംഗത്തിൽ തുടങ്ങി ഗരുഡ കേരളത്തിലെത്തി പുലി അംഗത്തിൽ തീരുന്ന 64 മർമ്മസ്ഥാനങ്ങൾ അടങ്ങിയ 36 വാഴ്ത്താൻ 7 ജന്മം ജനിച്ചാലും കഴിയില്ല കേശവ നിനക്ക് തടുക്കാനും ജയിക്കാനും. ആക്ഷൻ കണ്ടില്ല കളിക്ക്. ഒന്ന് കിടക്കുക. പണം അതിനുവേണ്ടി ഒരു കുതിരയെ പോലെ പോയി ആരും എത്താത്ത അത്ര വേഗത്തിൽ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്. ഒത്തിരി സന്തോഷം. മാനിക്ക കോഴിക്കോട് എത്തിയിരിക്കുകയാണ് നമ്മൾ. നമസ്കാരം. വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ. വെറുതെ പറയുന്നില്ല, സത്യം. വേറെ നഗരത്തിൽ കിട്ടാത്ത ഒരു എന്താ പറയുക, ഒരു ത്രില്ലാണ് ഞാനിവിടെ വരുമ്പോഴും നിൽക്കുമ്പോഴൊക്കെ എനിക്ക് കിട്ടുന്നത്. ഇത് ദേശീയ ഇവിടെ വരുന്നത് എല്ലാവരും ഇത് പറയുന്നതാണ്, പക്ഷെ എൻ്റെ കാര്യത്തിൽ അതൊരു സത്യമാണ്. കാരണം ചില കാരണങ്ങളുണ്ട്. ആദ്യം ഞാനൊരു നിലമ്പൂർക്കാരനാണെങ്കിലും എൻ്റെ മദർ കോഴിക്കോട്ടുനിന്നാണ്. അതുകൊണ്ട് എന്തായാലും ആ രക്തം എൻ്റെ ഉണ്ടാവുമല്ലോ, ഒരു കോഴിക്കോടുകാരൻ്റെ രക്തം. പിന്നെ എനിക്കുണ്ടാകുന്ന ഒരുപാട് സുഹൃത്തുക്കൾ, എൻ്റെ ഇപ്പോഴുള്ള അടുത്ത സുഹൃത്തുക്കളൊക്കെ കോഴിക്കോടിനാണ്. ഞാൻ ചെന്നൈയിലാണ് താമസിക്കുന്നതും ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരുന്നതും സംസാരിക്കുന്നതും ഒക്കെ കോഴിക്കോടിനാണ്. അതുകൊണ്ട് വളരെയധികം സന്തോഷത്തോടെ വരുന്നതും നിങ്ങളൊക്കെ കാണുമ്പോൾ എൻ്റെ സ്വന്തം വീട്ടിലേക്ക് വന്നതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇവരൊക്കെ പറയുന്നുണ്ട് എൻ്റെ 2ാം വീടാണ് 3ാം വീടാണെന്നൊക്കെയാണ്, പക്ഷെ നിങ്ങൾ എൻ്റെ ഫസ്റ്റ് വീടാണ്. അത് സംശയമൊന്നുമില്ല. സാറിന് സാറിന് സ്റ്റേജിൽ നിർത്തിയിട്ട് എനിക്കൊരു പാട്ട് പാടുന്നുണ്ട്. ഞാൻ ഫസ്റ്റ് വരി പാടാം, പക്ഷെ ആ പാട്ട് നന്നായിട്ട് അറിയുന്നവരൊന്നും ഒന്ന് പാടണം. ഓക്കെ ഓക്കെ. പൂങ്കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി കളികൾ ചൊല്ലി കാട്ടുപോവിൻ. ഈ പാട്ട് ആർക്കാ നന്നായിട്ട് പാടാറിയാ? എന്തായാലും മറ്റേ ബാബുവിന്റെ സൗണ്ട് നീ സേഫ് രാത്രിയോടും കിളികളോടും കരകൾ ചൊല്ലി കളികൾ ചൊല്ലി കാട്ടുപോയി കരളിനോടു നീ നിഴലായി അലസമലസമായി അരികിലൊരുകിയായി രാത്രിയോടും കിളികളോടും കളികൾ ചൊല്ലി കളികൾ ചൊല്ലി കാട്ടുപോയി കരളിനോടു നീ. താങ്ക് യു. ആരും പോകരുത്. നിങ്ങളെല്ലാവരും ടീസർ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ? അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ഓണത്തിനാണ്. ഓണം 13ാം തീയതിയാണ് റിലീസ്, സെപ്റ്റംബർ 13ാം തീയതി. എല്ലാവരും തിയേറ്ററിൽ വന്ന് സിനിമ കാണണം. ഫാമിലി ആയിട്ട് ഓണം, നല്ലൊരു ഓണം ഫിലിം ഫെസ്റ്റിവൽ ആയിരിക്കും ഇത്. ഇന്ന് വില്യംസിനെ ഒരാളെ ഞാൻ പരിചയപ്പെടുത്താം. അതായത് കോഴിക്കോടിന്റെ ഒരു പാട്ട് പാടി ഭയങ്കര ഹിറ്റായ ഒരാളാണ്. ഞാൻ പേര് പറയുന്ന ആൾക്ക് മൈക്ക് കൊടുക്കണം. ആ പാട്ടും പാടും. നമസ്കാരം. കോഴിക്കോട് സുഖമാണോ? ഹാപ്പി അല്ലേ? ഒരുപാട് പാട്ടുകൾ ദൈവം സഹായിച്ച് പാടാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ കാലിക്കറ്റ് സോങ് പോലെ ഇത്രയും സ്വീകാര്യതയോടെ
എനിക്ക് ഇപ്പം സ്വീകാര്യ എന്ന പാട്ട് വേറെ ഒന്നുമില്ല. അതിൻ്റെ ലിറിസിസ്റ്റും ഇവിടെ ഉണ്ട്, ഹരി. അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട് ഹരിയുടെ മുന്നിലും ഇങ്ങനെ പാടാൻ പറ്റുന്നത്. പാടാൻ നമുക്ക് ഒരുമിച്ച് പാടാം. കൂടെ പാടില്ലേ? പാടാം 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 പാടൂലേ? കൂടെ പാടില്ലേ? പോരല്ലോ, ഇങ്ങനെ പോവും. ഇങ്ങനെ പറ്റുമോ? പാടേ. ഓക്കെ. കൽവിലു തേനൊഴുകുന്ന കോഴിക്കോട്, കടലമ്മ മുത്തണക്കര കോഴിക്കോട്, ഹൽവ മനസ്സുള്ളൊരു കോഴിക്കോട്, വേണേ കണ്ടോളി ചങ്ങായി നമ്മൾ കോഴിക്കോട്. കായവരച്ച തരാടോ കറുമുറ വരച്ച് കഴിച്ചോ, ദം ബിരിയാണി കഴിച്ചോ, പിന്നെ സംഗതി നല്ല വിസാര. കൽവിലു തേനൊഴുകുന്ന കോഴിക്കോട്. താങ്ക് യു ബാബുചേട്ടാ പ്ലീസ്. നമ്മൾ ബാബുചേട്ടൻ നേരത്തെ ബാബുചേട്ടൻ പറയൂ. ഞാൻ കുറച്ച് ബിസിയായിട്ട് ഫോട്ടോഗ്രാഫറായിട്ട്. ഹലോ കാലിക്കറ്റ്, എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? 1985 ഞാൻ ഭരതനാട്യം കാണാൻ പോയി. അപ്പോൾ ഭരതനാട്യം പറഞ്ഞു ഞാൻ റഹ്മാനെ വെച്ചൊരു സിനിമ എടുക്കാൻ പോകാൻ. അതിന് വില്ലനായിട്ട് അഖിൽ 1 2 3 മ്യൂസിക് അഖിൽ, അതിൽ വില്ലനായിട്ട് അഭിനയിക്കാൻ ഞാൻ ബാബുവാനെ സെലക്ട് ചെയ്യുന്നത് പറഞ്ഞു. ആ ഒരു സന്തോഷം അതെനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം അന്ന് ഞാൻ റഹ്മാൻ്റെ വലിയൊരു ആരാധകനായിരുന്നു. അപ്പോൾ ആ റഹ്മാനുമായിട്ട് വീണ്ടും ഒരു പടം ചെയ്യാൻ സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പിന്നെ ബാബുചേട്ടാ, അവിടുന്ന് ഒരുപാട് ഉമ്മകൾ വരുന്നുണ്ട്. പിന്നെ ഒരു കൊറോണയ്ക്ക് മുമ്പ് ഒമർ ഞാനിവിടെ ഒരു പടം പ്ലാൻ ചെയ്തിരുന്നു, അതായത് പവർ സ്റ്റാർ. ഇപ്പോൾ കൊറോണ കാലത്ത് ഒന്ന് മുങ്ങിപ്പോയി. പക്ഷേ ഈ പടത്തിന് ശേഷം നമ്മളത് വീണ്ടും ചെയ്യുന്നതാണ്. അപ്പം ഇതിൽ അഭിനയിക്കുന്ന എല്ലാവരെയും അതായത് പ്രത്യേകിച്ച് പ്രൊഡ്യൂസേഴ്സ് ഷീലി അബ്രഹാം, മിസ്റ്റർ എബ്രഹാം, അവരാണ് ഈ സിനിമ സാധ്യമാക്കാനായിട്ട് ഇവിടെ എല്ലാ ഒരുക്കങ്ങളും നടത്തിയത്. പിന്നെ ഇതിൽ അഭിനയിച്ച എല്ലാവരും ബാഡ് ബോയ്സ് ആണ്, ഞാൻ മാത്രമല്ല ഗുഡ് ബോയ്സ്. അപ്പോൾ താങ്ക് യു. എല്ലാവരും വന്ന് സിനിമ കാണണം. 13-ാം തീയതിയാണ് റിലീസ്. നിങ്ങളെല്ലാവരും വന്ന് സിനിമ കാണണം. തീർച്ചയായിട്ടും എല്ലാവരും. ബാബുചേട്ടൻ പാട്ട് പാടുന്നത് ഇപ്പം നമുക്ക് ഓഡിയോ ലോഞ്ചിങ് ആണ്. ഓഡിയോ ലോഞ്ചിലേക്ക് പോവുകയാണ്. നമ്മൾ ഈ മ്യൂസിക് എടുത്തിരിക്കുന്ന സൈഡിലേക്ക് വന്നോ.
ചായലാക്കി എന്നിട്ടാണ് ഞാൻ അന്ന് ഇവനും സെന്ററിൽ വന്ന ആൻസറും വേണ്ട അതെന്താന്നുള്ള കറക്റ്റ് പറയണമോ? മൂന്ന് പേരോ? ഇനി സത്യം പറ ചായല് മൈക്ക് മരുന്ന് കഴിക്കാതെ ഞാനങ്ങനെ ചെയ്യാന്ന് പറഞ്ഞല്ലോ ചെയ്തത്. ആൻസർ എന്തൊക്കെ പങ്കുണ്ടോ ഇതില്? എന്തെങ്കിലും പങ്കുണ്ടോ? എനിക്ക് പങ്കേ ഉള്ളൂ. എങ്ങനെയെങ്കിലും കല്യാണം കഴിഞ്ഞോട്ടെന്ന് വിചാരിച്ചു. ഞങ്ങൾ കലക്കി കൊടുക്കുകയും ചെയ്ത് പനി പിടിക്കുകയും ചെയ്തു. പക്ഷേ എനിക്ക് ഡാൻസ് കളിക്കാൻ അറിയില്ല. പിന്നെ അങ്ങനെ കളിക്കാൻ അറിയാതെ ഇവൻ സത്യം പറയട്ടെ, ഈ പടത്തിൽ ചെയ്യാൻ വേണ്ടി സോങ് കാണുന്നില്ല. അങ്ങനെ ആൻസർ എന്തുകൊണ്ടാണ് ഈ പടം ചെയ്യാൻ സമ്മതിച്ചെന്ന് ചോദിക്കുന്നത്. അതിപ്പോ പാട്ടിൽ കണ്ടിട്ടുണ്ട്, കൃത്യമായിട്ട് പറയണം. പാട്ട് കണ്ടില്ലല്ലോ. എങ്കിലും പറഞ്ഞേക്കാം. ഞാനും റഹ്മാനൊക്കെ ഉള്ള ഒരു ബോണ്ട് കണ്ടില്ലേ? എന്റെ ഉമ്മയ്ക്ക് വേണ്ടിയല്ലേ ഞാൻ കെട്ടി. അപ്പൊ നമുക്ക് ഈ പാട്ടിൽ കണ്ട രണ്ട് നായികമാരെ നമുക്ക് സ്റ്റേജിലേക്ക് വിളിക്കാം. ഒന്ന് വരുമോ? മലയാളത്തിൽ മറ്റൊരു വില്ലനെ കൂടി ഈ സിനിമ സാക്ഷ്യം വഹിക്കുകയാണ്. ഷേർഷാ. സുന്ദരനായ വില്ലൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ? മലയാളത്തിലേക്ക് മറ്റൊരു സുന്ദരനായ വില്ലൻ. അത് ഷേർഷാ വില്ലൻ മാത്രമല്ല, ഷേർഷാ ആദ്യത്തെ നല്ലൊരു റൈറ്ററാണ്. അദ്ദേഹം ഒരു നായകനായിട്ട് സിനിമ ചെയ്തിട്ടുണ്ട്. ലിറ്റിൽ റാവുത്തർ എന്ന് പറയുന്ന പടം. ആ പടത്തിൽ ആ പടത്തിനാണ് മികച്ച എഡിറ്റർക്കുള്ള അവാർഡ്, നമ്മളുടെ സ്റ്റേറ്റ് അവാർഡ്. അപ്പൊ നായകനാണ് വില്ലനുമാണ്. നായകനും വില്ലനുമാണ്. അപ്പൊ ഒരു കയ്യടി വേണം. ഈ സിനിമയില് പല പരിപാടികളുണ്ട്. ഇപ്പൊ റഹ്മാനിക്ക അഭിനയിച്ചത് മാത്രമല്ല, ഇതിനകത്ത് 10-16 ആർട്ടിസ്റ്റുകളുണ്ട്. നമുക്ക് ഭയങ്കര ഫേവറേറ്റ്സ് ആയിട്ടുള്ള കുറേ ആർട്ടിസ്റ്റുകളുണ്ട്. അതോടൊപ്പം ഒരുപാട് ഡാൻസ് ഫൈറ്റും. ഈ ടർബോയിലെ നമ്മുടെ ഫിനിക്സ് പ്രഭു പുള്ളിയാണ് നമ്മുടെ ഫൈറ്റ് മാസ്റ്റർ. ഭയങ്കര കണ്ണിൽ കുട്ടിക്കുന്ന ഫൈറ്റുകളുണ്ടാവും. പിന്നെ ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഞാൻ വായിച്ചപ്പോൾ തന്നെ ഞാൻ ചിരിച്ചൊരു പക്ഷേ അത്രയും ഹ്യൂമറുണ്ട്, അത്രയും ഒരു ജാൻ പാക്ക് എൻ്റർടൈനറാണ്. അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും ധൈര്യമായിട്ട് കോഴിക്കോട് ധൈര്യമായിട്ട് കയറിക്കോ. ഷോട്ടാണ്. താങ്ക് യു. ഈ പറഞ്ഞതുപോലെ തന്നെ ഫൈറ്റിന് ഫൈറ്റ് ഉണ്ട്, കോമഡിക്ക് കോമഡി ഉണ്ട്, എല്ലാം ചേരുന്നതാണ്. അപ്പൊ താങ്ക് യു വെരി മച്ച് റഹ്മാൻ. ഇതെല്ലാം സാധിച്ചിട്ടില്ല. അതായത് ഞങ്ങൾ ഈ ഷൂട്ടിംഗ് കഴിഞ്ഞിപ്പോൾ 1.5 മാസമായിട്ടുള്ളൂ. ഇപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷൻ നടന്നു. പക്ഷേ ഞങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഓണത്തിന് ഇത് റിലീസ് ചെയ്യണമെന്ന്. പക്ഷേ എൻ്റെ മനസ്സിൽ അത് നടക്കും എന്ന് എനിക്ക് തോന്നിയിരുന്നു, വിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് ആ വിശ്വാസം ഏറ്റെടുത്ത് അത് മീൻസ് എന്തായാലും എന്ത് വന്നാലും ഒരു പ്രശ്നം ഉണ്ടാവില്ല, അത് ചെയ്തിരിക്കും. ഓണത്തിന് ഞങ്ങൾ റിലീസ് ചെയ്തിരിക്കും തന്നെ ഞങ്ങൾക്ക് ഉറപ്പ് തന്നെ ഇബ്രാഹിം മാത്യൂസ് ഇതിൻ്റെ പ്രൊഡ്യൂസറിനോട് ഒരിക്കൽ കൂടി ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു സോ മച്ച് മിസ്റ്റർ ഇബ്രാഹിം. കാര്യം ഒരു പടം സാധ്യമാകണമെങ്കിൽ അതിന്റെ വിതൗട്ട് പ്രൊഡ്യൂസർ ആ പടം സാധ്യമാകില്ല. അതിന്റെ സംവിധായകൻ വിചാരിച്ച രീതിയിൽ ആ പടം സാധ്യമാകണമെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു കൈഡിയാണ് ഇതിന്റെ പ്രൊഡ്യൂസർ ആൻഡ് ഇതിന്റെ പ്രൊഡക്ഷൻ ടീമിന് നമ്മൾ കൊടുക്കേണ്ടത്. പ്ലീസ് പുട്ട് യുവർ ഹാൻഡ്സ് ടുഗദർ. ഇനി നമുക്ക് സ്റ്റേജിലേക്ക് ഒരാളെ കളിക്കാം. നമ്മുടെ മാമിന്റെ ചെറുപ്പകാലം അഭിനയിച്ച അമൃത പ്ലീസ്. നല്ലൊരു കൈയടി. സിനിമ കാണുമ്പോഴാണ് നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നത്. നല്ലൊരു കൈയടി കൊടുക്കാം. ഇനി ഈ പാട്ടിന് മ്യൂസിക് നൽകിയ വില്ലൻ സർ പ്ലീസ് കം. ഇതാണ് ഇദ്ദേഹമാണ് ഇതിന്റെ മ്യൂസിക് നൽകിയിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ എല്ലാം നൽകിയിരിക്കുന്നതാണ്. ഇതിന് പാടിയ ആളുകളുണ്ട്. ഹരിനാരായണ ചേട്ടൻ പ്ലീസ് കം. എഴുത്താണ് എല്ലാം ഓക്കെ. എഴുത്ത്. ഇനി പാടിയ ആളുകളുണ്ട്. ഇബ്രാഹിം പരീക്കുട്ടി. ആ സൗണ്ട് കുറച്ച് ഈ ഹൈദരാബാദ് എത്തിയെന്ന് പറഞ്ഞത് അല്ല, ഹരിനാരായണൻ ലിറിക്സിസ്റ്റ് ആണ്. അതെ, അതായത് ഹരിച്ചേട്ടൻ. 1 മിനിറ്റ്. ഹരിച്ചേട്ടനെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഓന ഞാൻ കുരുവി കേട്ടില്ല. ഹരിച്ചേട്ടൻ അമ്പാഴം നടന്നിട്ട് ഒരു ഇടവഴിയിൽ ഹരിച്ചേട്ടൻ മുരുക പുലി മുരുക
മുതൽ ഏത് ടൈപ്പ് പാട്ട് വേണ്ടെന്ന് പറഞ്ഞാൽ അടിച്ചേട്ടാ ഹരിദാരാണ്. അപ്പൊ നമുക്ക് ഏത് ടൈപ്പ് പാട്ടാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ 10 മിനിറ്റിനുള്ളിൽ വന്ന് എഴുതി തരുന്ന ഹരിച്ചേട്ടനാ. ഹരിച്ചേട്ടാ, ഞാൻ മറ്റേ നമ്മുടെ ഗായകനുണ്ടല്ലോ അതുകൂടെ ഞാൻ കൂട്ടി. അപ്പൊ ഞാനിത് എഴുതിയ സമയത്ത് ഞാൻ ഇവിടെ ഇല്ലാതെ കഥ എഴുതിയപ്പോഴാണ് അത് ഞാൻ പോലെ അപ്പൊ ഹരിച്ചേട്ടാ, ഈ പാട്ട് ഗംഭീരമായിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാ പാട്ടുകളും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്ന വ്യക്തി എന്നതിൽ ഈ കോഴിക്കോട് എത്തിയപ്പോൾ നമ്മുടെ സിനിമയെ കുറിച്ച് വലിയ സന്തോഷം. കോഴിക്കോടാണ് തലപ്പിലെ കൈകളുടെ കോഴിക്കോടാണ്. ഇപ്പൊ നേരത്തെ അഭയം പാടി ആ പാട്ട് എഴുതാൻ പറ്റിയിട്ടുണ്ട്. അതിന് നമ്മളൊരു കയ്യടിയുണ്ട്. കോഴിക്കോടുകാരുടെ കയ്യടിയാണ് കൊടുക്കേണ്ടത്. BK ഹരിദാരാണ് നമ്മുടെ സ്വന്തം lyricist. ഒമർ ലുലുവിന്റെ ആദ്യത്തെ സിനിമ തൊട്ട് ഈ സിനിമ വരെ സഹകരിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് വീണ്ടും ഈ പാട്ട് എഴുതി വരച്ചേക്കാന്ന് പറഞ്ഞില്ലേ, വീണ്ടും ഒരു മണ്ടത്തരം പറഞ്ഞു. ഇത് ഈ പാട്ട് എഴുതിയിട്ടുള്ളത് നല്ലളം വീരാണ് എന്ന് പറഞ്ഞ കോഴിക്കോട്ടുകാരനാണ്. എന്തായാലും എഴുതുന്ന ഒരു ആള് തന്നെയാണ്. 2 ലൈൻ ഞാൻ ഈ പറഞ്ഞ തിരുത്താൻ 2 ലൈൻ പാട്ടെന്ന് പറഞ്ഞു. 2 ലൈൻ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് തെറ്റിട്ടെന്ന് പറഞ്ഞാൽ ആകെ പ്രശ്നം 2 ലൈൻ പാടും. 2 ലൈൻ പാടും. അതിലേക്ക് തെറ്റി പറഞ്ഞാൽ എല്ലാവരും എനിക്ക് അറിയില്ല. നമുക്ക് ഈ ഗാനം ഒന്ന് ഈ ആരംഭിച്ചവർ തന്നെ ഇമ്രാൻ 1 മിനിറ്റ് പാട്ട് പാടാൻ പറഞ്ഞില്ലേ? ഇവിടെ എന്റെ പവർ സ്റ്റാർ ബാബു ചേട്ടൻ എനിക്ക് വേണ്ടി ഒരു 2 പേര് പാടും. റെഡിയാണ്. ബാബുച്ചേട്ടൻ തന്നെ പാടിയ പാട്ടാണ്. റെഡി? ഓക്കെ, പ്ലേ. അതല്ല, ബാബുച്ചേട്ടൻ വേറെ പാട്ട് പാടും. എന്റെ ഹൈദരാബാദ് 5 മിനിറ്റ് അവിടെ നിൽക്കുക. ഞങ്ങളില്ല, ഇയാളത് മൊത്തം കോളാക്കുന്ന പരിപാടി. ടൈറ്റിൽ പറഞ്ഞ എന്നെ കുളമാക്കിയെന്ന് പറഞ്ഞു. ബാബുചേട്ടന് വേണ്ടി ഒന്നുകൂടെ ഒരു കയ്യടി. ബാബുചേട്ടന് ഇഷ്ടപ്പെട്ട പാട്ട്. ബാബുചേട്ടന് ഇഷ്ടപ്പെട്ട പാട്ട് എല്ലാവരും എവിടെ എത്തിയിട്ടുണ്ട്? അടിപൊളി. ആളുകളെ വരച്ച ബ്രോന്റെ പേര് കൂടെ പറഞ്ഞോളൂ. പേര് നേരത്തെ നമ്മൾ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ 2 പേര് ഡാൻസ് ചെയ്ത് ബാഡ് ബോയ്സ് ടീമിന്റെ അടുത്തൊരു സമ്മാനം അങ്ങനെ കത്തിക്കുന്നുണ്ടായിരുന്നു. ആ 2 പേരൊന്നും വരും. നേരത്തെ ആദ്യം തുടക്കത്തിൽ ഡാൻസ് ചെയ്ത 2 പേരുണ്ട്. ബാഡ് ബോയ്സിന്റെ നിന്നും സമ്മാനം വാങ്ങാനായിട്ട് നിന്ന് ആ 2 പേർ ഒന്ന് പെട്ടെന്ന് സ്റ്റേജിലേക്ക് വരുമോ? ആ 2 പേർ ആളെവിടെ? കയ്യടി പ്രോത്സാഹിപ്പിക്കും. ഓക്കെ, റഹ്മാൻ സാർ ഡാൻസ് ചെയ്യാൻ വന്നാണല്ലേ?
മുട്ടോളം ചോരയിൽ മുങ്ങി നിന്നിരിക്കുന്ന ടീമാണ് ഇവിടുത്തെ കിടിലൻ ടീമാണ് ബാഡ് ബോയ്സ്. കൂട്ടത്തിലെ ഏറ്റവും വലിയ ബാഡ് ബോയ്. എല്ലാവരും ക്ലാപ്പ് കൊടുത്തോ. പറയാലോ ബാഡ് ബോയ്സിനെ കുറിച്ച് പറഞ്ഞോളൂ. എന്താ പറയാ, ഹായ് കോഴിക്കോട്. ബാഡ് ബോയ്സിനെ കുറിച്ച് പറയാനാണെങ്കിൽ എന്താ പറയാ, ഇപ്പം ഈ ലാസ്റ്റ് ഇപ്പം മലയാളത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരുവിധം ഏറ്റവും കൂടുതൽ ആർട്ടിസ്റ്റ് വന്നിട്ടുള്ള ഒരു പടമാണ്. വലിയ ആൾക്കാരില്ലാന്നുള്ളൂ, പക്ഷെ ഒരുവിധം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന എല്ലാ ആർട്ടിസ്റ്റുകളും പങ്കെടുക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ എല്ലാവരും ഇത് കാണണം, സപ്പോർട്ട് ചെയ്യണം. ഓണത്തിന് മറ്റൊരു സാറും പറയണം എന്താ പറയാനുള്ളത്. താങ്ക് യു. ഞങ്ങൾ എല്ലാവരും ചേർന്ന് പാട്ട് ഡാൻസ് ചെയ്തോ നമ്മൾ വൈകപ്പ് ചെയ്യുന്നു. ഓക്കെ റെഡി. വരൂ സുധീർ, വരൂ 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 കുറച്ചു വരൂ. സുധീർ വരൂ വരൂ വരൂ. ടീം ആൻസർ ആൻസർ വരൂ. വരൂ